സാൻഡൽവുഡിലെ സൂപ്പർ താരം ദർശൻ കൊലപാതക കുറ്റത്തിന് അറസ്റ്റിലായത് ഞെട്ടലോടെയാണ് സിനിമാ ലോകം കണ്ടത്. ദർശന്റെ സുഹൃത്തായ പവിത്ര ഗൗഡയെ ഒന്നാം പ്രതിയാക്കി. രണ്ടാം പ്രതിയാണ് ദർശൻ. പവിത്ര ഗൗഡയുടെ നിർദ്ദേശപ്രകാരമാണ് ചിത്രദുർഗ സ്വദേശി രേണുകാസ്വാമിയെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് ഭാഷ്യം. കന്നഡയിലെ ഏറ്റവും താരമൂല്യമുള്ള നടൻ കൂടിയാണ് ദർശൻ തൊങ്കുദീപ. ഇതാദ്യമായല്ല ദർശൻ ക്രിമിനൽ കേസിൽ പ്രതിയാകുന്നത്. കന്നഡ സിനിമയിലെ സൂപ്പർ താരം, നിർമ്മാതാവ്, കൂടാതെ വിമർശകരെ കൊണ്ടുപോലും കൈയടിപ്പിച്ച നടൻ ദർശൻ എന്ന താരപുത്രന് വിശേഷണങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ ദർശന്റെ വ്യക്തി ജീവിതത്തിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല. സാൻഡൽവുഡിലെ റൗഡി എന്ന് വിളിക്കുന്ന ദർശൻ താൻ അഭിനയിച്ച സിനിമകളെക്കാൾ വാർത്തകളിൽ ഇടം നേടിയത് കേസുകളുടെ എണ്ണം കൊണ്ടാണ്. ഗാർഹിക പീഡനം, അവിഹിതം, വിവാദ പരാമർശങ്ങൾ. ദർശൻ ഇതിലെല്ലാം വാർത്തകളിൽ ഇടം നേടിക്കൊണ്ടിരുന്നു. എല്ലാത്തിനുമൊടുവിൽ ഇപ്പോഴിതാ കൊലക്കുറ്റവും. സുഹൃത്തും നടിയുമായ പവിത്ര ഗൗഡയ്ക്ക് അശ്ലീല സന്ദേശം അയച്ചതിന്റെ പേരിലാണ് രേണുകാസ്വാമി എന്ന 33-കാരനെ കൊന്ന് മൃതദേഹം ഓടയിൽ തള്ളിയത്. ഗൂഢാലോചനയിൽ ദർശന് നേരിട്ട് പങ്കുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. കൊലപാതക കേസിൽ ചൊവ്വാഴ്ചയാണ് ദർശനെ ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തത്. മൈസൂരിലെ ഫാം ഹൗസിൽ നിന്നാണ് ദർശനെ പിടികൂടിയത്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ജൂൺ 8-നാണ് രേണുകാസ്വാമി കൊല്ലപ്പെടുന്നത്. പിറ്റേ ദിവസം സുമനഹള്ളി പാലത്തിന് സമീപമുള്ള അഴുക്കുചാലിൽ മൃതദേഹം കണ്ടെത്തിയിരുന്നു. മരിച്ച രേണുകാസ്വാമി ദർശന്റെ കടുത്ത ആരാധകൻ കൂടിയായിരുന്നു. ചിത്രദുർഗയിലെ അപ്പോളോ ഫാർമസി ശാഖയിൽ ജോലി ചെയ്യുകയായിരുന്നു രേണുകാസ്വാമി. സ്വാമി പവിത്രയ്ക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കാറുണ്ടെന്ന് മനസ്സിലാക്കിയ ദർശൻ ചിത്രദുർഗയിലെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ചു. ചിത്രദുർഗയിൽ നിന്ന് നഗരത്തിലെത്തിച്ച രേണുകാസ്വാമിയെ ശനിയാഴ്ച ഷെഡിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ഓടയിൽ തള്ളുകയായിരുന്നു. മകനെ കാണാനില്ലെന്ന് കാണിച്ച് മാതാപിതാക്കൾ പരാതി നൽകിയെങ്കിലും 2 ദിവസം കൂടി കാത്തിരിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടു. രേണുകാസ്വാമിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പോലീസും കേസുകളും ദർശനെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമല്ല. 2011-ൽ ഭാര്യ വിജയലക്ഷ്മിയുടെ ഗാർഹിക പീഡന പരാതിയെ തുടർന്ന് ദർശനെ അറസ്റ്റ് ചെയ്തു. ദർശൻ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്നും ചെവിക്ക് 4 തുന്നലുകൾ വേണ്ടി വന്നുവെന്നും സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചുവെന്നും വിജയലക്ഷ്മി അന്ന് ആരോപിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ വിജയലക്ഷ്മി ICUവിൽ ചികിത്സയിലുമായിരുന്നു. ഭാര്യയുമായുള്ള വഴക്കിനിടെ 3 വയസ്സുകാരനായ സ്വന്തം മകനെയും ദർശൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. പരാതിയെ തുടർന്ന് ദർശനെ പരപ്പന അഗ്രഹാര ജയിലിൽ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് ദർശന്റെ ആരാധകർ വിജയനഗർ പോലീസ് സ്റ്റേഷനു മുന്നിൽ തടിച്ചുകൂടി ബസ്സുകൾ കത്തിച്ചു. ആരാധകരെ പിരിച്ചുവിടാൻ പോലീസ് അന്ന് ലാത്തി ചാർജ് നടത്തിയിരുന്നു. പിന്നീട് മുതിർന്ന കന്നഡ സിനിമാ താരങ്ങളായ അംബരീഷും ജഗ്ഗേഷും ചേർന്ന് വിജയലക്ഷ്മിയുമായുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കുകയായിരുന്നു. കോണിപ്പടിയിൽ നിന്ന് വീണാണ് തനിക്ക് പരിക്കേറ്റതെന്നും കുടുംബ പ്രശ്നമല്ലെന്നും പറഞ്ഞ് വിജയലക്ഷ്മി പിന്നീട് പരാതി പിൻവലിച്ചു. 2016-ൽ വീണ്ടും വിജയലക്ഷ്മി ദർശനെതിരെ പരാതി നൽകുകയും ചെയ്തു. അതേസമയം മുൻപൊരിക്കൽ വളർത്തുനായികളെ ഉപയോഗിച്ച് യുവതിയെ ആക്രമിച്ചെന്ന പരാതിയിൽ ദർശനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തിരുന്നു. വീടിന് സമീപം കാർ പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ദർശന്റെ സഹായികളുമായി വാക്കുതർക്കമുണ്ടായതിനു പിന്നാലെ അവിടുത്തെ വളർത്തുനായകൾ തന്നെ ആക്രമിച്ചെന്ന് യുവതി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ദർശനെതിരെയുള്ള കേസുകൾ അങ്ങനെ തീരുന്നില്ല. 2023 ജനുവരിയിൽ മൈസൂരിലെ തന്റെ ഫാം ഹൗസിൽ സുരക്ഷിത വിഭാഗത്തിൽപ്പെടുന്ന ദേശാടന പക്ഷികളെ വളർത്തിയതിന് ദർശനും ഭാര്യയ്ക്കും ഫാം ഹൗസ് മാനേജർക്കുമെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കർണാടക വനം വകുപ്പിന്റെ ഒരു കേസുമുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം സൂപ്പർ ഹിറ്റായ കാട്ടേര എന്ന ചിത്രത്തിന്റെ വിജയാഘോഷം ബംഗളൂരുവിലെ ഒരു ബാറിൽ വെച്ച് നടത്തിയതും പ്രശ്നമായി. പുതുവർഷ രാത്രിയിൽ നടത്തിയ പാർട്ടി രാത്രി 1 മണിവരെ നീണ്ടുപോയതിനാൽ നടനെതിരെ അധികൃതർ നടപടിയെടുത്തു. മുതിർന്ന കന്നഡ നടൻ തുകുദീപ ശ്രീനിവാസിന്റെ മകനാണ് ദർശൻ. 2001-ൽ മജസ്റ്റിക് എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്കെത്തി. പിന്നീട് നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ വേഷമിട്ട ദർശൻ മികച്ച നടനുള്ള കർണാടക സർക്കാരിന്റെ പുരസ്കാരവും സ്വന്തമാക്കിയിട്ടുണ്ട്. അവസാനം ഇറങ്ങിയ കാട്ടേര എന്ന ചിത്രം സലാറിനൊപ്പം ഇറങ്ങി കന്നഡയിൽ സലാറിനേക്കാൾ വലിയ വിജയം സ്വന്തമാക്കിയിരുന്നു. ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ബ്ലോക്ക് ബസ്റ്ററുകളും വെള്ളിത്തിരയിൽ സ്വന്തമാക്കുമ്പോൾ വ്യക്തിജീവിതത്തിൽ കേസുകളും വിവാദങ്ങളുമാണ് ദർശൻ സ്വന്തമാക്കിയത്.